ഖുശാംദീദ് ബച്ചു, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, 6ാം ക്ലാസ്സിലെ നമ്മൾ ഇമ്പോർട്ടൻ്റായി പഠിക്കേണ്ട കുറച്ച് വേർഡ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, വളരെ ശ്രദ്ധാപൂർവം ഈ വാക്കുകൾ ശ്രദ്ധിക്കുക, ഒപ്പം തന്നെ ഇത് കാണാതെ പഠിക്കുക. ഓക്കെ, ഇത് കാണാതെ പഠിച്ചിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതൊരു പ്രവർത്തനം വരികയാണെന്നുണ്ടെങ്കിലും അത് ഇത്തിരി എളുപ്പത്തിൽ കൈകാര്യം ചെയ്യാൻ ഈ വാക്കുകൾ കൊണ്ട് നമുക്ക് സാധിക്കും. നമുക്കറിയാമല്ലോ, ഭാഷയാണല്ലേ, അപ്പോൾ നമുക്ക് വാക്കുകളില്ലാതെ ഒന്നും നടക്കില്ല. അപ്പോൾ നമ്മൾ ഖുശാംദീദ് എന്ന പാഠഭാഗത്തിലെ ആ ഒരു വാക്കുകളാണ് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, നമുക്ക് എന്ത് വന്നാലും നമുക്ക് ഏതൊരു പ്രവർത്തനം വന്നാലും അത് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ, നമുക്കറിയാമല്ലോ ചോദ്യങ്ങളായിരിക്കും തരിക അല്ലേ, ആ ചോദ്യം നമുക്ക് മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ നമുക്ക് വേണ്ട കുറച്ച് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതാണ് ആദ്യം പരിചയപ്പെടാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ആദ്യം നോക്കട്ടെ, നമ്മൾ ഓരോ ഡിസ്കോഴ്സുകളുടെ പേരാണ്. കഹാനി, കഹാനി എന്ന് പറഞ്ഞാൽ കഥ. ചിലപ്പോൾ പറയും ഏ കഹാനി പഠിയേ, പഠിയേ എന്ന് പറഞ്ഞാൽ എന്താണ്, വായിക്കൂ എന്നുള്ള അർത്ഥമാണ് കേട്ടോ. വായിക്കൂ, ഈ കഥ വായിക്കൂ. പിന്നെ പറയും സവാലാത്ത് കാ ജവാബ് ലിഖിയേ എന്നാണ്. സവാൽ എന്ന് പറഞ്ഞാൽ എന്താ, സവാല് ചോദ്യം, സവാല് ചോദ്യം. ജവാബ് എന്ന് പറഞ്ഞാലോ, ജവാബ് എന്ന് പറഞ്ഞാൽ ഉത്തരം. അപ്പോൾ ഇത് മനസ്സിലാക്കി വെക്കുക, കഹാനി കഥയാണ്. ഇനിയിപ്പോൾ നസ്മാണെന്നുണ്ടെങ്കിലോ, നസ്മാണെന്നുണ്ടെങ്കിൽ അത് പദ്യമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഗുഫ്തഗു ആണെന്നുണ്ടെങ്കിലോ, ഗുഫ്തഗു ആണെന്നുണ്ടെങ്കിൽ അത് എന്താണ്, അത് സംഭാഷണമാണ്. ഓക്കെ, ഇത് സംഭാഷണമാണ്. പിന്നെ ജുംല തയ്യാർ കീജിയെ, ജുംലേ തയ്യാർ കീജിയെ എന്നുള്ള ചോദ്യങ്ങളുണ്ടാവും. ജുംലേ എന്ന് പറഞ്ഞാൽ വാചകങ്ങളാണ്. അപ്പോൾ നമുക്കറിയാലോ, ചോദ്യങ്ങൾ മനസ്സിലായാൽ മാത്രമാണ് നമുക്ക് ഉത്തരം തയ്യാറാക്കാൻ പറ്റുള്ളൂ അല്ലേ. വാചകം തയ്യാറാക്കുക, വാചകങ്ങൾ തയ്യാറാക്കുക, വാചകങ്ങൾ തയ്യാറാക്കുക. ഇനിയിപ്പോൾ വാക്കുകളാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറയുക, വാക്കുകൾ എന്നുള്ളതിന് പറയുന്നത് അൽഫാസ് ആണ്. ഓക്കെ, അൽഫാസ് പറഞ്ഞാൽ വാക്കാണ് കേട്ടോ, വാക്ക് അല്ലെങ്കിൽ വാക്കുകൾ. വെറും ലഫ്സ് ആണെങ്കിൽ വാക്ക്, അൽഫാസ് ആണെങ്കിൽ വാക്കുകൾ. പിന്നെ നമുക്ക് എന്ത് ഡിസ്കോഴ്സാണ് വരിക, ഇനിയിപ്പോൾ പോസ്റ്റർ ആണെന്നുണ്ടെങ്കിൽ അറിയാലോ. ഇനിയിപ്പോൾ ലിഖിയെ എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ലിഖിയെ എന്ന് പറഞ്ഞാൽ എഴുതുക എന്നുള്ള അർത്ഥമാണ്, എഴുതൂ. ഓക്കെ, ഇനി അതേപോലെ തന്നെ തിരഞ്ഞെടുത്ത് എഴുതാൻ വരും, തിരഞ്ഞെടുത്ത് എഴുതുക. അതിന് നമ്മൾ എന്താ പറയുക, ചുൻകർ ലിഖിയെ, ചുൻകർ ലിഖിയെ എന്ന് വെച്ചാൽ തിരഞ്ഞെടുത്ത് എഴുതുക. ഇനിയിപ്പോൾ ജോഡി ചേർക്കാൻ വേണ്ടി വരും, തിരഞ്ഞെടുത്ത് എഴുതുക ഇത്. ഇനി ജോഡി ചേർക്കാനാണെന്നുണ്ടെങ്കിൽ എങ്ങനെ വരിക, അനുയോജ്യമായ കോളത്തിൽ, അനുയോജ്യമായ കോളത്തിലേക്ക് എഴുതാനാണെങ്കിൽ എന്താ പറയുക, മുനാസിബ് ഖാനോ, മുനാസിബ് ഖാനോ എന്ന് പറഞ്ഞാൽ അനുയോജ്യമായ കോളത്തിൽ, അനുയോജ്യമായ കോളത്തിൽ. അപ്പോൾ ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി വയ്ക്കുക. നമുക്ക് ചോദ്യങ്ങൾ മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ ഇത്രയും വേർഡ്സ് നമുക്ക് എന്തായാലും ആവശ്യമാണ്. പിന്നെന്താ, സവാലാത്ത് തയ്യാറാക്കാൻ പറഞ്ഞു അല്ലേ. മത്ലബ് ലിഖിയെ, മത്ലബ് ലിഖിയെ എന്ന് പറഞ്ഞാൽ എന്താ, ആശയം എഴുതുക. മത്ലബ് എന്ന് പറഞ്ഞാൽ ആശയം എഴുതുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളാണ്. ഗുഫ്തഗു തയ്യാർ കീജിയെ, മത്ലബ് ലിഖിയെ. പിന്നെന്താ, സ്വഹീഹ് അല്ലേ, ശരിയായ ഉത്തരം. സ്വഹീഹ് ജവാബ് എന്ന് പറഞ്ഞാൽ ശരിയായ ഉത്തരം എഴുതുക. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് വരിക. ഇനിയിപ്പോൾ ഹമാവാസ് അൽഫാസ് ഉണ്ടാവും. ഹമാവാസ് അൽഫാസ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കറിയാം, റൈമിങ് വേർഡ്സിനെയാണ് ഹമാവാസ് അൽഫാസ് എന്ന് പറയാം. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മുടെ ചോദ്യപേപ്പറിൽ മിക്കവാറും ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നമ്മൾ ആദ്യം മനസ്സിലാക്കുക. ഇനി ബാക്കിയുള്ള വേർഡ്സ് നമുക്ക് നോക്കാം. നമുക്കിനി അത്യാവശ്യമായിട്ട് വേണ്ടതാണ് കുറച്ച് സവാലിയ ലഫ്സുകൾ പരിചയപ്പെടുക, അല്ലെങ്കിൽ ചോദ്യപദങ്ങൾ. സവാലിയ ലഫ്സ് അല്ലെങ്കിൽ ഇസ്തിഫ്ഹാമിയ ലഫ്സ് എന്ന് പറഞ്ഞാൽ ചോദ്യപദങ്ങൾ ഏതൊക്കെയാണ് നമുക്കറിയാം. ഖ്യാ, ഖ്യാ എന്ന് പറഞ്ഞാൽ എന്ത്. ഖോൻ, ഖോൻ എന്ന് പറഞ്ഞാൽ ആര്. ഇതൊക്കെ നമുക്ക് എന്തായാലും വേണ്ടതാണ് കേട്ടോ. ഖബ് എന്ന് പറഞ്ഞാൽ എപ്പോൾ. നമുക്ക് ഇതില്ലാതെ ഒരു ചോദ്യം ഉണ്ടാവില്ല അല്ലേ. കിത്തന എന്ന് പറഞ്ഞാൽ എന്താ, എത്ര. അതേപോലെ ഖ്യോം, ഖ്യോം എന്ന് പറഞ്ഞാൽ എന്തുകൊണ്ട്. പിന്നെ കൈസേ, എങ്ങനെ. പിന്നെന്താ, ഇനിയിപ്പോൾ ക്യാ എന്ന് പറഞ്ഞാൽ എന്തൊക്കെ. ഖോൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ. പിന്നെന്താ, കിസ്, ഏത്.
അപ്പോൾ ഈ വാക്കുകളൊക്കെ നമുക്ക് എന്തായാലും അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. അപ്പോൾ ഇത് നമ്മൾ എന്തായാലും പഠിച്ചിരിക്കണം. ഇനി നമുക്ക് ഹുഷാംദീദ് എന്നുള്ള പാഠഭാഗത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ഇഫ്തിതാഹ് എന്നുള്ള വാക്ക്, ഇപ്പോൾ ഏതെങ്കിലും ഒരു പോസ്റ്റർ തന്നിട്ട് ഇതിൽ ഇഫ്തിതാഹ് കോൻ കിയാ ഹേ, ഉദ്ഘാടനം ഇഫ്തിതാഹ് ആരാണ് ചെയ്തതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചോദിക്കുകയും ചെയ്യാമല്ലോ. അങ്ങനെ നമുക്ക് പറയാൻ പറ്റില്ലല്ലോ അല്ലേ. ചിലപ്പോൾ പോസ്റ്റർ നോട്ടീസ് തന്നിട്ട് പോസ്റ്റർ തയ്യാറാക്കാനായിരിക്കാം, അല്ലെങ്കിൽ പോസ്റ്റർ തന്നിട്ട് അതിൽ നിന്നുള്ള ചോദ്യമായിരിക്കാം. അപ്പം അങ്ങനെയൊക്കെ തരികയാണെന്നുണ്ടെങ്കിൽ ഇഫ്തിതാഹ് എന്ന് പറഞ്ഞാൽ ഉദ്ഘാടനം. കോൻ അല്ലേ, കിയാഹെ എന്ന് പറയുക ചെയ്യുക അല്ലേ, ചെയ്യുക അല്ലെങ്കിൽ കിയ ചെയ്തു എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. അല്ലെങ്കിൽ ചെയ്തത് അല്ലേ. ചെയ്തത്. ഇനിയിപ്പോൾ നമ്മൾ എന്താ പറയുക, നമ്മുടെ ജഗഹ് എന്ന് പറഞ്ഞാൽ സ്ഥലം, എവിടെ വെച്ചാണ് സ്ഥലം. അതുപോലെ തന്നെ വക്ത് സമയം. ഇതൊക്കെ വെച്ച് നമുക്ക് സംഭാഷണത്തിനും എല്ലാം പറ്റുന്ന വാക്കുകളാണ് കേട്ടോ. അപ്പോൾ ഏതെങ്കിലും ഒരു നോട്ടീസ് തന്നിട്ട് അതുമായി ബന്ധപ്പെട്ട ഒരു പുസ്തകമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചോദിക്കാം എപ്പോഴാണ് സമയം, വക്ത് കബ് ഹേ, അല്ലെങ്കിൽ ഇഫ്തിതാഹ് കോൻ കിയാ ഹേ, അല്ലെങ്കിൽ ഇഫ്തിതാഹ് കെ ലിയെ കോൻ ആയാ ഹേ, അങ്ങനെയൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് എന്ത് വേണം, ഈ വാക്കുകൾ വേണം. പിന്നെ അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയ വാക്കാണ് യേ, ഇതെന്തായാലും വേണ്ടതാണ്. യേ ഇത്, അതുപോലെ തന്നെ യഹ ഇവിടെ, അതുപോലെ തന്നെ ഇസ്ക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ, ഇത് നമുക്ക് എന്തായാലും വേണ്ടതാണ്. ഇനി അതുപോലെ തന്നെ മേര എന്ന് പറഞ്ഞാൽ എൻ്റെ. ഇനി ഹമാര എന്നാണെങ്കിൽ ഞങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ എന്നുള്ള അർത്ഥം. പിന്നെന്താണ് ഈ ഹേ ഇല്ലാണ്ട് ഒരു കാര്യമില്ല അല്ലേ. ഹേ എന്ന് പറഞ്ഞാൽ ആണ് അല്ലെങ്കിൽ ഉണ്ട് എന്നൊക്കെ ഉള്ള അർത്ഥമാണ്. എന്ന് വെച്ചാൽ ഇത് ആപ്പിളാണ്, അല്ലെങ്കിൽ ഇവിടെ ആപ്പിൾ ഉണ്ട് എന്നൊക്കെ പറയുമ്പോൾ എന്ത് വേണം, ഈ ഹേ വേണം. അതുപോലെ തന്നെ ഈ ഹേ എന്തിനാണ്, ഇത് ബഹുവചനമായിട്ടുള്ളതാണ്. അതിനും അർത്ഥം ഈ ആണ് ഉണ്ട് എന്നൊക്കെ തന്നെയാണ്, പക്ഷേ ബഹുവചനം ഒന്നിൽ കൂടുതലുണ്ടെങ്കിലാണ് ഇത് വേണ്ടത്. ഇനിയിപ്പോൾ ഇതിൽ എന്താ പറയുക, ഇഫ്തിതാഹ് പറഞ്ഞു. ഇനി നമ്മൾ തഹ്നീത്തി കലിമാത്ത് അല്ലേ. തഹ്നീത്തി കലിമാത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്, ആശംസ പ്രസംഗം. തഹ്നീത്തി കലിമാത്ത് ആശംസ പ്രസംഗം. അപ്പം ഈ വാക്കുകളൊക്കെ നമുക്ക് എന്തായാലും വേണം കേട്ടോ. പിന്നെ ആദാബ് എന്നുള്ളൊരു വാക്ക് വേണം കേട്ടോ. ഇനിയിപ്പോൾ നമുക്കൊരു കോൺവെർസേഷൻ ആണെന്നുണ്ടെങ്കിലും എന്താണെങ്കിലും ഈ ആദാബ് എന്നുള്ള വാക്ക് നമുക്ക് എന്തായാലും വേണ്ടതാണ്. പിന്നെ സ്വതറേ പഞ്ചായത്ത് അങ്ങനെയുള്ള വാക്കുകളൊക്കെ കുറേ ഉണ്ട്. അതൊന്നും ഇല്ലെങ്കിലും ഇതൊക്കെ നിങ്ങൾ പഠിച്ചു വയ്ക്കുക. ഇത് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം. അതുപോലെ തന്നെ ടീക്ക് ഹേ എന്ന് പറഞ്ഞാൽ ശരി എന്നുള്ള വാക്ക് നമുക്ക് സംഭാഷണത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യമായ ഒന്നാണ്. ആദാബ്, അതുപോലെ തന്നെ ടീക്ക് ഹേ, പിന്നെ അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ചോദ്യപദങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യമാണ്. പിന്നെ അതേപോലെ തന്നെ ഇതിൽ കുറേ എണ്ണൽ സംഖ്യകളൊക്കെ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ നിങ്ങൾ പഠിക്കുക. പിന്നെ അതേമാതിരി നമ്മൾ ഉറുദുവിലുള്ള കുറച്ച് പ്രോഗ്രാംസിൻ്റെ പേരില്ലേ, കുറച്ച് കലോത്സവവുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുകളുടെ പേര് ഒരു 2-3 എണ്ണമൊക്കെ പഠിച്ച് വയ്ക്കുക. നമുക്ക് എഴുതാൻ അറിയുമെന്നുണ്ടെങ്കിൽ സിമ്പിളാണ്. തിരുവാതിരക്കളി, ഒപ്പന, അതൊക്കെ നമുക്ക് അതുപോലെ തന്നെ എഴുതാൻ പറ്റും. പിന്നെ മോണോ ആക്ട്, പിന്നെ ഉറുദു തക്രീർ വേണമെന്നുണ്ടെങ്കിൽ പറയാം, പ്രസംഗം, ഉറുദു പ്രസംഗം. അതുപോലെ തന്നെ നസ്മ നികാരി എന്ന് പറഞ്ഞാൽ കവിതാരചന. അങ്ങനെ 1-2 പ്രോഗ്രാംസിൻ്റെ പേര് പഠിച്ചു വയ്ക്കുക. പിന്നെ ഹിസ്സാലേന എന്ന് പറഞ്ഞാൽ എന്താണ്, പങ്കെടുക്കുക. ചിലപ്പോൾ ഏതെങ്കിലും കുറച്ച് ഐറ്റംസിൻ്റെ പേര് തന്നിട്ട് ഇതിൽ എത്ര പേര് പങ്കെടുത്തു അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് മനസ്സിലാവണ്ടേ. അപ്പോൾ ആ ഹിസ്സാലേന എന്നുള്ളത് പഠിച്ചു വയ്ക്കാം. അപ്പോൾ ഈ ഹുഷാംദീദ് എന്നുള്ള പാഠഭാഗത്തിൽ ഇത്രയും വാക്കുകൾ എന്തായാലും നിങ്ങൾ പഠിക്കണം. ഓക്കെ. ഇനി നമ്മുടെ നന്നൂൻ്റെ പാഠം വരികയാണെന്നുണ്ടെങ്കിൽ അതിൽ എന്തായാലും നമുക്കറിയാം, മറ്റേ ഒരു കഥ തന്നിട്ട് അതിൽ നിന്ന്
ചോദ്യങ്ങൾ തയ്യാറാക്കാനോ ചോദ്യങ്ങൾ തന്നിട്ട് ഉത്തരങ്ങൾ തയ്യാറാക്കാനോ ഒക്കെ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ മുന്നിൽ പറഞ്ഞ പോലെയുള്ള ചോദ്യപദങ്ങൾ ഇതിലെന്തായാലും നിർബന്ധമായും പഠിച്ചിട്ടുണ്ടാവണം. പിന്നെ അത് കൂടാതെ പിന്നെ നമുക്ക് എന്തൊക്കെ വാക്കുകൾ ഇതെന്ന് പഠിക്കാം? പാനി എന്നുള്ള വാക്ക്, പാനി എന്താ? വെള്ളമാണ് അല്ലേ. അതുപോലെ തന്നെ നദി എന്നുള്ള വാക്ക്, നദി എന്ന് പറഞ്ഞാൽ എന്താ? നദി. അതുപോലെ തന്നെ കഷ്ടി എന്നുള്ള വാക്ക്, കഷ്ടി, തോണി എന്നുള്ള വാക്ക്. അതുപോലെ തന്നെ കഷ്ടി വാല എന്നാണെങ്കിൽ തോണിക്കാരൻ അല്ലേ. പിന്നെ തേർക്കർന, തേർക്കർന എന്ന് പറഞ്ഞാൽ എന്താ? നീന്തുക. പിന്നെ ഇതിലെ വസീറെ അസം എന്നുള്ള വാക്ക്, വസീറെ അസം എന്നുള്ള വാക്ക് എന്തിനാണ്? നമ്മുടെ നന്നു എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള ലാൽ ബഹാദൂർ ശാസ്ത്രിയാണ് അല്ലേ. അപ്പോൾ ആ പ്രധാനമന്ത്രി അവരെക്കുറിച്ച് പറയുന്നതാണ്. അപ്പോൾ അത് നമ്മൾ എന്തായാലും പഠിക്കണം, വസീറെ ആസം. അതുപോലെ തന്നെ മുജാഹിദെ ആസാദി, മുജാഹിദെ ആസാദി എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര സേനാനി എന്നുള്ള അർത്ഥമാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ പഠിച്ചു വെക്കേണ്ട വാക്കാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഏതിൽ വേണമെങ്കിലും ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. ഇനിയിപ്പോൾ അതുപോലെ തന്നെ നുഇര എന്നുള്ള വാക്ക്, നുഇര എന്ന് പറഞ്ഞാൽ മുദ്രാവാക്യം എന്നുള്ള ഇതാണ്. കാരണം നമ്മുടെ ജയ് ജവാൻ ജയ് കിസാൻ എന്നുള്ള ആ ഒരു ഇതുണ്ടല്ലോ മുദ്രാവാക്യം, അത് ആരുടെയാണ്? നമ്മുടെ ലാൽ ബഹാദൂർ ശാസ്ത്രിയുടെയാണ്. അതേപോലെ തന്നെ ഷാഇറ എന്നുള്ള വാക്ക് പഠിക്കണം, എന്നുവെച്ചാൽ കവയിത്രി, കവയിത്രി എന്നുള്ള വാക്ക്. അതുപോലെ തന്നെ ഷാഇർ എന്നുള്ള വാക്ക് നമ്മൾ പഠിക്കണം കേട്ടോ. ഷാഇറ എന്ന് പറഞ്ഞാൽ സ്ത്രീകൾക്ക് പറയുന്നതാണ്, ഷാഇർ എന്ന് പറയുന്നത് പുരുഷന്മാർക്ക് പറയുന്നതാണ്. അതുപോലെ തന്നെ ഈ ബുൾബുലേ ഹിന്ദ് എന്നുള്ള വാക്ക്, ബുൾബുലേ ഹിന്ദ് പറഞ്ഞാൽ ഇന്ത്യയുടെ വാനമ്പാടി എന്നുള്ള അർത്ഥം. അത് നമ്മുടെ സരോജിനി നായിഡുവിനെ കുറിച്ച് പറയുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എന്നുള്ള വാക്ക്, ഹിന്ദുസ്ഥാൻ അതെന്തായാലും വേണേ, ഇന്ത്യ. മുൽക്ക്, മുൽക്ക് എന്ന് പറഞ്ഞാൽ രാജ്യം. അപ്പം ഇങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ എന്തായാലും ഇതിൽ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ ഇതിൽ ഇനിയും കുറേ കാര്യങ്ങളുണ്ട്. ഇതിൽ മിക്കവാറും ചിലപ്പോൾ ക്വസ്റ്റ്യൻസ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം തയ്യാറാക്കാനോ ഒക്കെ ആയിരിക്കുമല്ലോ. അത് നമ്മൾ ആ ചോദ്യപദവും കൂടി അറിയുകയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ക്യോം എന്നുള്ള ചോദ്യത്തിൽ വരുമ്പോൾ മാത്രം നമ്മൾ എന്തെഴുതണം? അതിൻ്റെ ഉത്തരം എഴുതുമ്പോൾ മാത്രം നമ്മൾ ക്യോം ഖേ എന്ന് വെച്ച് എഴുതണം. എന്ന് വെച്ചാൽ ഒരു വരി തന്നിട്ട് പിന്നെ ആയിരിക്കും ക്യോ എന്ന് എഴുതുക. അപ്പോൾ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക? ഈ ക്യോം തുടങ്ങുന്നതിന് മുന്നുള്ള ആ ഒരു വരി എഴുതിയിട്ട് പിന്നെ ക്യോം ഖേ എന്ന് വെച്ച് തുടങ്ങാം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്താ പറയുക, വേറെ തെറ്റുകളോ ഒന്നുമില്ലാതെ വൃത്തിയായിട്ട് എഴുതാൻ പറ്റും. ഇനി അടുത്ത ഒരു പാഠഭാഗം ഏതാണ്? അടുത്തത് നമ്മുടെ തരാന ഹിന്ദി എന്നുള്ള പാഠഭാഗമാണ്. ഇനി അതിൽ നോക്കാം. ആദ്യം നമ്മൾ എന്തായാലും തരാന ഹിന്ദി അല്ലേ, ആ പാഠഭാഗത്തിലെ ആ തരാന ഹിന്ദി എന്നെഴുതുക. ഈ നമ്മുടെ സാരേ ജഹാൻ സെ അച്ഛ എന്നുള്ളതിന് തരാന ഹിന്ദി എന്നുള്ള പേരിലാണല്ലോ അറിയപ്പെടുന്നത്. അപ്പോൾ അതൊന്ന് എഴുതുക. പിന്നെ അല്ലാമ ഇക്ബാൽ എന്ന് എഴുതാൻ പഠിക്കുക. അല്ലാമ ഇക്ബാലാണ് ഇത് എഴുതിയത്, അല്ലാമ ഇക്ബാലിനെ ലിഖാഹെ അല്ലേ. അപ്പോൾ അല്ലാമ ഇക്ബാൽ എന്നുള്ള അത് പഠിക്കുക. അതുപോലെ തന്നെ കൗമി ഗീതാണ്, സാരേ ജഹാൻ സെ അച്ഛനെ കുറിച്ച് നമുക്കിപ്പോൾ ഒരു നോട്ട് തയ്യാറാക്കാൻ പറഞ്ഞാൽ എന്തെഴുതാം? സാരേ ജഹാൻ സെ അച്ഛ അല്ലാമ ഇക്ബാലിനെ ലിഖാഹെ, ഏക്ക് അച്ഛ കൗമി ഗീത് ഹേ അല്ലേ. നല്ലൊരു ദേശഭക്തി ഗാനമാണ്. അതുപോലെ തന്നെ ഇത് തരാന ഹിന്ദി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അല്ലേ. ഈ തരാന ഹിന്ദി കി നാം സെ മഷ്ഹൂർ ഹേ, മഷ്ഹൂർ എന്നുള്ള വാക്ക് പഠിക്കുക. പ്രശസ്തം അല്ലെങ്കിൽ പ്രസിദ്ധം എന്നൊക്കെ ഉള്ള അർത്ഥമാണ് കേട്ടോ മഷ്ഹൂർ. പിന്നെ അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ എന്നുള്ള വാക്ക് എന്തായാലും വേണം, ഹമാര എന്നുള്ള വാക്ക് എന്തായാലും വേണം. കാരണം ഹിന്ദുസ്ഥാനെക്കുറിച്ചുള്ള കവിതയാണല്ലോ ഇത്. അപ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യം ഇതുമായി ബന്ധപ്പെട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഹിന്ദുസ്ഥാൻ വേണം. ഹിന്ദുസ്ഥാന്, അതുപോലെ തന്നെ ഹിന്ദുസ്ഥാൻ ഇന്ത്യ അല്ലേ, ഹമാര നമ്മുടെ അല്ലെങ്കിൽ ഞങ്ങളുടെ നമ്മൾ പറഞ്ഞതാണ്. മുൽക്ക് രാജ്യം അല്ലെങ്കിൽ വതൻ എന്നുള്ള വാക്ക്. ഹിന്ദുസ്ഥാനെ കുറിച്ച് എന്തെങ്കിലും എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിലോ ഹിന്ദുസ്ഥാൻ ഹൂബ്സൂറത്തെ ഹേ എന്ന് എഴുതാം. ഇന്ത്യയെക്കുറിച്ചാണ് ഇനി എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കിത് വെച്ച് എഴുതാൻ പറ്റും അല്ലേ. ഹിന്ദുസ്ഥാൻ ഹമാര മുൽക്ക് ഹേ, ഹിന്ദുസ്ഥാൻ ഹൂബ്സൂറത്ത് ഹേ, പിന്നെയോ ഹിന്ദുസ്ഥാൻ അച്ഛാ ഹേ. നമുക്ക് വളരെ സിമ്പിൾ വേർഡ്സിലാണെന്നുണ്ടെങ്കിൽ കേട്ടോ, ഹിന്ദുസ്ഥാൻ അച്ഛാ ഹേ നല്ലതാണ്. പിന്നെ ഹിന്ദുസ്ഥാൻ ഹമാര ഗുൽസിത്താൻ ഹേ നമ്മുടെ പൂന്തോപ്പാണ്. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് വാക്കുകളുണ്ടെങ്കിൽ തന്നെ നമുക്ക് വളരെ നല്ല രീതിയിൽ പരീക്ഷ എഴുതാൻ പറ്റും. പിന്നെയോ
ഹിന്ദുസ്ഥാൻ മേ ഗംഗ ഹേ അല്ലേ, ഹിന്ദുസ്ഥാൻ മേ ഹിമാല ഹേ, അങ്ങനെയൊക്കെ നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പോൾ ഈ വാക്കുകളൊക്കെ എന്തായാലും പഠിക്കണം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ ഷേറിൻ്റെ മത്തലബ് എഴുതാൻ പറഞ്ഞാലും ഇന്ത്യയെക്കുറിച്ച് നമ്മൾ അതിൽ എഴുതുക കേട്ടോ. ഏതിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിലും നമ്മൾ എന്ത് ചെയ്യാം, ഹിന്ദുസ്ഥാൻ ഹമാര വത്തൻ ഹേ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ ഹമാര മുൽക്ക് ഹേ, പിന്നെ ഹിന്ദുസ്ഥാൻ ഹൂബ്സൂരത്ത് ഹേ എന്ന് എഴുതാം, ഹിന്ദുസ്ഥാൻ ഹമാര ഗുൽസിത്താൻ ഹേ എന്ന് എഴുതാം. ഇതൊക്കെ നമുക്ക് ഏതിൽ വേണമെങ്കിലും എഴുതാം. എന്നിട്ട് ആ വരികളിൽ ഒന്ന് മാറ്റി ശരിയാക്കി എഴുതുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നല്ല രീതിയിൽ മത്ലബ് എഴുതാൻ പറ്റും. അതേപോലെ തന്നെയുള്ള വാക്കാണ് കൗമി ജണ്ട. കൗമി ജണ്ട എന്നുള്ളത് എന്താ, കൗമി ജണ്ട ദേശീയ പതാക, ഇത് നമുക്ക് വേണ്ടതാണ്. പിന്നെ അതുപോലെ തന്നെ തീൻ രംഗ് അഥവാ 3 നിറങ്ങൾ, 3 നിറം ഏതൊക്കെയാണ്, ആ 3 നിറം പഠിക്കുക. സൗഫറാനി ഏതാണ്, സാഫ്രോൺ അഥവാ കുങ്കുമ നിറം. പിന്നെ ഊപ്പർ എന്നുള്ള ഇത്, ഊപ്പർ കാ രംഗ് അഥവാ മുകളിലത്തെ എന്നുള്ള അർത്ഥമാണ്, മുകളിലത്തെ. ഇനിയിപ്പോൾ നീച്ചേക്ക എന്ന് പറഞ്ഞാൽ എന്താ, താഴത്തെ. അതുപോലെ തന്നെ ബേച്ച്മേ എന്നുള്ള വാക്ക്, ബേച്ച്മേ എന്ന് പറഞ്ഞാൽ നടുവിൽ. ഇനി ബാക്കിയുള്ള 2 നിറങ്ങളുണ്ടല്ലോ, ഹരയുണ്ട്, ഹര എന്താ, പച്ചയാണ്. അതുപോലെ തന്നെ സഫേദ് വെള്ളയാണ്. പിന്നെ അശോകചക്രമുണ്ട്, അശോകചക്രത്തിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലോ അശോകചക്രം, അങ്ങനെ അശോകചക്രം എന്നിങ്ങനെയാണ് എഴുതുക, അതിൻ്റെത് നീലയാണ്. അപ്പോൾ ഈ കുറച്ച് വാക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്തിനെക്കുറിച്ച് എഴുതാൻ പറ്റും, എന്തിനൊക്കെ കുറിച്ച് എഴുതാൻ പറ്റും, അതെ, ഈ സാരേ ജഹാൻ സെ അച്ഛ എന്നുള്ള കവിതയെക്കുറിച്ച് എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ ഏതെങ്കിലും 2 വാക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതിനെക്കുറിച്ചുള്ള ആശയം എഴുതാൻ പറ്റും, ഇന്ത്യയെക്കുറിച്ച് എഴുതാൻ പറ്റും, കൗമി ജണ്ടയെക്കുറിച്ച് എഴുതാൻ പറ്റും. ഇനിയിപ്പോൾ അല്ലാമ ഇക്ബാലിനെ കുറിച്ച് എഴുതണമെന്നുണ്ടെങ്കിലോ അല്ലാമ ഇക്ബാൽ, തരാന ഹിന്ദി അല്ലാമ ഇക്ബാൽ की लिखी हुई नज़म है. പിന്നെയോ അല്ലാമ ഇക്ബാൽ एक मशहूर शायर है. പിന്നെ അല്ലാമ ഇക്ബാൽ അല്ലെങ്കിൽ ഹിന്ദുസ്ഥാൻ കാ മഷ്ഹൂർ ഷാഇർ ഹേ എന്ന് എഴുതാം. പിന്നെ സാരേ ജഹാൻ സെ അച്ഛ ഹിന്ദുസ്ഥാൻ കെ ബാരെ മേ ലിഖി ഹുയി നസ്മ് ഹേ എന്ന് എഴുതാം. പിന്നെ അങ്ങനെ അല്ലാമ ഇക്ബാൽ എവിടെയാണ് ജനിച്ചതെന്നുള്ള സ്ഥലം പഠിച്ചു വയ്ക്കുക, സിയാൽകോട്ടിലാണ്. അപ്പം ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. ഷാഇർ എന്നുള്ള വാക്കൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞത് കൊണ്ടാണ് ഇതിൽ വീണ്ടും എഴുതാത്തത്. ഓക്കെ, അപ്പോൾ സാരേ ജഹാം സെ അച്ഛ അല്ലാമ ഇക്ബാൽ കി ഏക് ഖൂബ്സൂറത്ത് നസ്മ് ഹേ എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പോൾ നമുക്ക് കുറച്ച് വാക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ പറഞ്ഞത് എത്രയാണ്, 4-5 പ്രവർത്തനങ്ങൾക്കുള്ള കാര്യമാണ് ഇതിൽ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ വാക്കുകൾ എന്തായാലും നമ്മൾ പഠിക്കണം. ഓക്കെ, ഇനിയിപ്പോൾ ഖേൽ കാ റാസ് എന്നുള്ള പാഠഭാഗത്തിൽ നമുക്ക് മെയിനായിട്ട് വേണ്ടത് കളി എന്നുള്ള വാക്ക് വേണം അല്ലേ. ഖേൽ എന്നുള്ളതാണ് പറയുക. അതുപോലെ തന്നെ ഖിലാടി എന്ന് പറഞ്ഞാൽ എന്താ, ഖിലാടി എന്ന് പറഞ്ഞാൽ കളിക്കാർ അല്ലെങ്കിൽ കളിക്കാരൻ എന്നൊക്കെ ഉള്ള അർത്ഥമാണ്, കളിക്കാർ. ഖേൽ, ഖിലാടി. അതുപോലെ തന്നെ അടുത്തതാണ് മൈതാൻ മേ മൈതാനത്ത്. അതുപോലെ തന്നെ കളിക്കുന്നു എന്നുള്ളതിന് നമുക്ക് എന്ത് വേണം, ഖേൽത്തേ ഹേ. ഇത് നോക്കൂ, ഇതിൽ കുറേ കാര്യങ്ങൾക്കുള്ള ഉത്തരമാണ് കേട്ടോ തരുന്നത്. കളിക്കുന്നു, കുറേ കാര്യങ്ങൾക്കുള്ള ഉത്തരം എഴുതാനുള്ള വാക്കുകളാണ് തരുന്നത്. ഓക്കെ, ഖേൽത്തേ ഹേ. പിന്നെ അതേമാതിരി കുറച്ച് കളികളുടെ പേര് പഠിക്കുക, ക്രിക്കറ്റ് പഠിക്കുക, അതുപോലെ തന്നെ ഫുട്ബോൾ, അതൊക്കെ നിങ്ങൾക്കറിയാം. ഇനിയിപ്പോൾ വേറെ 2 പഠിക്കുക, ഷത്രഞ്ച്. ഓക്കെ, ഷത്രഞ്ച് എന്ന് പഠിക്കുക, കുഷ്തി എന്ന് പഠിക്കാം. ഓക്കെ, കയാക്കിങ്. അപ്പോൾ അങ്ങനെ കുറച്ച് എന്ത് ചെയ്യുക, കുറച്ച് കളികളുടെ പേര് പഠിക്കുക. പിന്നെ അച്ഛ എന്നുള്ള വാക്ക്, നല്ലത് എന്നുള്ളത്. പിന്നെ സിഹത്ത് കോ എന്ന് പറഞ്ഞാൽ ആരോഗ്യത്തിന് എന്നുള്ള ആ ഒരു വാക്ക്. പിന്നെന്തെഴുതാം, കുവ്വത്ത്, ശക്തി. ബഡ്തി ഹേ ഈ വാക്ക് പഠിക്കുക, വർദ്ധിക്കുന്നു. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ജിസ്മാനി, സഹനി എന്നൊക്കെ പഠിക്കാം കേട്ടോ. ജിസ്മാനി ശാരീരിക, അതുപോലെ തന്നെ സഹനി
മാനസിക. പിന്നെ എണ്ണലിൽ നമ്മളൊരു എന്തായാലും ഒരു 11 എന്ന് പഠിച്ചു വയ്ക്കുക. അതുപോലെ തന്നെ സാത്ത് പഠിക്കുക 7. അതുപോലെ തന്നെ നൗ പഠിക്കുക 9. ചെഹ് പഠിക്കുക, ഇതൊക്കെ നമ്മുടെ കളിക്കാരുടെയും കൂടെ എണ്ണമാണ്. ദോ പഠിക്കുക 2. അപ്പോൾ ഇത്രയൊക്കെ കുറേ കാര്യങ്ങളുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഈ പാഠഭാഗം ഇത്തിരി അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. നോക്കൂ, ഇപ്പം 4 കളികളുടെ പേര് എഴുതാൻ പറഞ്ഞാൽ നമുക്കതിലുണ്ട് ക്രിക്കറ്റ്, ഷത്തരഞ്ച്, കുഷ്തി, ഫുട്ബോൾ, അങ്ങനെയുള്ള കുറച്ച് എഴുതാം. ഇനിയിപ്പോൾ ഏതെങ്കിലും കളിയെക്കുറിച്ച് എഴുതണം എന്ന് പറഞ്ഞാലോ നമുക്ക് എഴുതാം ഫുട്ബോൾ ആണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്രിക്കറ്റ് ആണെങ്കിൽ ക്രിക്കറ്റ് ഏക്ക് എന്നുള്ളൊരു വാക്ക് പഠിച്ച് വയ്ക്കുക. ഒരു എന്നുള്ള അർത്ഥമാണ്, ഒന്ന് എന്നൊക്കെയുള്ള അർത്ഥമാണ്. ക്രിക്കറ്റ് ഏക്ക് അച്ഛാ കേൽ ഹേ. പിന്നെ ക്രിക്കറ്റ് മൈദാൻ മേ കേൽത്തേ ഹേ. പിന്നെന്താ ക്രിക്കറ്റ് മേ 11 ഖിലാഡി ഹേ. പിന്നെന്താ ये खेल सेहत को अच्छा है, ആരോഗ്യത്തിന് നല്ലതാണെന്ന് എഴുതാം. അല്ലെങ്കിൽ ये खेल जिस्मानी और जहनी कुव्वत बढ़ती है. മനസ്സിലായോ? അപ്പോൾ ഈ വാക്കുകൾ കൊണ്ട് തന്നെ നമുക്ക് എന്തായി, ഒരു ഇഷ്ടപ്പെട്ട കളിയെക്കുറിച്ച് ജുംല തയ്യാറാക്കാനും ഇതിൽ നിന്ന് തന്നെ പറ്റും. അതുപോലെ തന്നെ കുറച്ച് കളികളുടെ പേര് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യുക, കളികൾ തരം തിരിച്ചെഴുതാനുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ അതിൽ പാനീമേ എന്നുള്ളൊരു വാക്ക് പഠിച്ച് വയ്ക്കുക. പാനിയിൽ ഏതൊക്കെയുള്ളത്? കയാക്കിങ്, തേരാക്കി എന്നൊക്കെയുള്ള വാക്കുകളാണ്. അപ്പോൾ നമ്മൾ കീ എന്നൊക്കെ ഓർത്ത് വയ്ക്കുക. തേരാക്കി, കയാക്കിങ് കേട്ടോ, ഓർത്ത് വയ്ക്കുക. അത് കുറച്ച് കാര്യങ്ങൾ നമ്മളിങ്ങനെ ഒരു ഹിൻറ്റ് കൊടുത്ത് പഠിക്കുക. നമുക്ക് തന്നെ ഒരു ഹിൻറ്റ് കൊടുത്ത് നമ്മൾ പഠിക്കുക കേട്ടോ. ഇനി അടുത്തത് ഇൻഡോർ സ്റ്റേഡിയം, അതൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ, അത് നമുക്ക് വായിച്ചാൽ കിട്ടുന്നതാണ്. അപ്പോൾ ഇതിൽ നമ്മുടെ സാവനായ എന്ന പാഠഭാഗത്തിലെ കുറച്ച് വാക്കുകളാണ് കേട്ടോ. ബാരിഷ്, അതുപോലെ ആയ, ലായ, ചായ, ബാദൽ, മിൽത്തി ഹേ, ഉഗാത്തി ഹേ, സൂഖ്തി ഹേ, ഗിർത്തി ഹേ, ഫൂൽ, पेड़ पौधे, हवा, धूप, गर्मी, सर्दी, ഖിസാ, ബർസാത്ത്, ബഹാർ, കിൽത്തേ ഹേ. പിന്നെന്താ ഖുഷിയാം എന്നുള്ളൊരു വാക്ക് എഴുതാം കേട്ടോ. ഖുഷിയ എന്ന് പറഞ്ഞാൽ സന്തോഷം. ഖുഷിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സന്തോഷം. സന്തോഷങ്ങൾ എന്നൊക്കെ പറയില്ലേ, ആനന്ദം എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് ഇത് എന്തിനൊക്കെയാണ് ഉപയോഗിക്കാൻ പറ്റുകയെന്ന് നോക്കാം. ഇനിയിപ്പോൾ നിങ്ങളോട് പറയുകയാണ്, ഒരു ചിത്രം 4 ചിത്രങ്ങൾ തന്നിട്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഏത് മൗസമുകളാണ് എന്നുള്ളത് തിരിച്ചറിയണം എന്നുണ്ടെങ്കിൽ ആ മൗസമുകളുടെ പേര് ഇവിടെ ഉണ്ട് കണ്ടോ. ഗർമി, സർദി, ഖിസ, ബർസാത്ത്. ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു കാലം തന്നിട്ട് അതിനെക്കുറിച്ച് എഴുതാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ എഴുതാൻ പറ്റും? എന്തിനെക്കുറിച്ചാണെന്നുണ്ടെങ്കിലും ഒരു 2 വാക്യങ്ങളും ഇതിൽ 2 വാചകങ്ങളെങ്കിലും എഴുതാനുള്ള വാക്കുകൾ ഇതിലുണ്ട്. നോക്കൂ, ബർസാത്തിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ നമുക്ക് എല്ലാത്തിനെക്കുറിച്ച് എന്തെഴുതാം? ആ മൗസം ഖൂബ്സൂറത്ത് ഹേ ആണ് അല്ലേ, നല്ലതാണ്, ഭംഗിയുള്ളതാണെന്ന് എഴുതാം. അതുപോലെ തന്നെ അച്ചാ ഹേ എന്നൊക്കെ എഴുതാൻ പറ്റും. ഭംഗിയില്ല എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ, അപ്പോൾ നമുക്ക് എഴുതാം. ഇപ്പോൾ നോക്കൂ, ഖിസാനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ എഴുതാം ഖിസാ ഏക്ക് അച്ചാ മൗസം ഹേ എന്ന് എഴുതിക്കൂടെ? ഗർമി ഏക്ക് അച്ചാ മൗസം ഹേ എന്ന് എഴുതാം കേട്ടോ. ബർസാത്ത് ഏക്ക് അച്ചാ മൗസം ഹേ എന്ന് എഴുതാം. ബഹാർ ഏക്ക് അച്ചാ മൗസം ഹേ എന്ന് എഴുതാം. അതൊന്നും പറ്റില്ല എന്ന് പറയാൻ പറ്റില്ലല്ലോ. ഇപ്പോൾ ബഹാറിനെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ ബഹുത്ത് ഖൂബ്സൂറത്ത് ഹേ എന്ന് എഴുതാം. ഓക്കെ, അതുപോലെ തന്നെ ഇസ് മൗസമ്മേ പൂക്കൾ എന്ത് ചെയ്യുന്നുണ്ട്? കിൽത്തേ ഹേ എന്ന് എഴുതാം. പൂക്കൾ വിരിയുന്നു എന്ന് എഴുതാം. പിന്നെന്താ എഴുതാം? ഖുഷിയാം ലാത്തേ ഹേ എന്ന് എഴുതാം അല്ലേ. ബഹാർ ഖുഷിയാം ലാത്തേ ഹേ എന്ന് എഴുതാം. അതുപോലെ മഴയെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ, മഴക്കാലത്തിനെ കുറിച്ചാണെന്നുണ്ടെങ്കിലോ ബർസാത്ത് അല്ലെങ്കിൽ ബർസാത്ത് അല്ലെങ്കിൽ സാവൻ ഏക്ക് അച്ചാ മൗസം ഹേ. പിന്നെയോ ബർസാത്ത് കെ മൗസമേ പാനി മിൽത്തേ ഹേ എന്ന് എഴുതാം. ഒരുപാട് വെള്ളം ലഭിക്കുന്നു എന്ന് എഴുതാം. പിന്നെന്താണ് നമ്മുടെ ബാദൽ ബാരിഷ് ലാത്താ ഹേ എന്ന് എഴുതാം. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് എഴുതാൻ പറ്റും. ബാരിഷ് ക നസാറയെ കുറിച്ച് വേണമെന്നുണ്ടെങ്കിലും ഇതിൽ എഴുതാൻ പറ്റും കേട്ടോ. നോക്കൂ, ബാരിഷ് ഖൂബ്സൂറത്ത് ഹേ എന്ന് എഴുതാൻ പറ്റില്ലേ? പിന്നെ എന്താ എഴുതാം? ബാദൽ ബാരിഷ് ലാത്താ ഹേ എന്ന് എഴുതാൻ പറ്റില്ലേ? അല്ലെങ്കിൽ കാലാ ബാദൽ ബാരിഷ് ലായാ ഹേ എന്ന് എഴുതിക്കൂടെ? പിന്നെയോ ബാരിഷ് സേ പാനി മിൽത്തി ഹേ എന്ന് എഴുതാൻ പറ്റില്ലേ? അതുപോലെ തന്നെ ബാരിഷ് സേ പേട് പൗദേ ഉഗാത്തി ഹേ എന്ന് എഴുതാം. ഓക്കെ, ഇപ്പോൾ ഗർമിയെക്കുറിച്ചാണെന്നുണ്ടെങ്കിൽ ഇത് അവിടെയുണ്ട്. ഗർമി കെ മൗസമേ
പേട് പൗധേ സൂക്തി ഹേ. പിന്നെ ഗർമി കെ മൗസം മേ ധൂപ്പ് ഹോത്തി ഹേ. പോരെ. അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൽ തന്നെ ഉണ്ട്. അപ്പോൾ ഈ വാക്കുകളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചു വയ്ക്കുക. ഇനി നമ്മൾ അടുത്ത പാഠത്തിൽ ബാ എന്നുള്ള വാക്ക് എന്തായാലും പഠിക്കുക കേട്ടോ. ബാ പൂന്തോട്ടം. ഞാൻ മറ്റേ ക്വസ്റ്റ്യൻസിൽ അത് പറഞ്ഞില്ല. ബാ പൂന്തോട്ടം. ഹൂബ് സൂറത്ത് എന്നുള്ള വാക്ക് എഴുതുക. അതുപോലെ തന്നെ ബഹാർ കാ മൗസം ഇതിൽ ആവശ്യമാണ്. അതുപോലെ തന്നെ ഖുഷ്ബുദാർ എന്നുള്ളത്, ഖുഷ്ബുദാർ എന്താ അർത്ഥം? മണമുള്ള എന്നുള്ള അർത്ഥമാണ്. അതുപോലെ തന്നെ പൂക്കളും അല്ലേ, പൂക്കൾ നമ്മളുണ്ട്. തിത്തലി എന്നുള്ള വാക്ക്, പൂമ്പാറ്റ എന്നുള്ള വാക്ക് തിത്തലി. ബനൂറ എന്ന് പറഞ്ഞാൽ വണ്ടുകൾ. മണ്ഡലാത്തി ഹേ എന്നുള്ള വാക്ക് ചുറ്റിപ്പറക്കുന്നു. അതുപോലെ തന്നെ ചുറ്റിപ്പറക്കുന്നു. ഉടുത്തി ഹേ എന്നുള്ള വാക്ക്, ഇതൊക്കെ വളരെ സിമ്പിളാണ്. ഉടുത്തി ഹേ. ഉടുത്തി ഹേ പറക്കുന്നു. ഈ ഹേ വേണ്ട കേട്ടോ, 2 ഹേ എഴുതിപ്പോയി. ഓക്കെ. പിന്നെ കുറച്ച് പൂക്കളുടെ പേര്. അമൽതാസ്. അതുപോലെ തന്നെ അമൽതാസ് ഇങ്ങനെയാണ് എഴുതുക കേട്ടോ. അമൽതാസ്, സൂരജ്മുഖി. അതുപോലെ തന്നെ നമ്മുടെ കവൽ. പിന്നെ അതുപോലെ ദങ്ക് എന്നുള്ള വാക്ക് പഠിച്ച് വയ്ക്കുക. മഴവില്ല്. പിന്നെ അതിൻ്റെ നിറങ്ങൾ പഠിച്ച് വയ്ക്കുക മഴവില്ലിൻ്റെ. പിന്നെ അതേപോലെ താലാബ് എന്നുള്ള വാക്ക്, കുളം. ഇതിന് എന്തൊക്കെ നമുക്ക് എഴുതാൻ പറ്റും? എന്തിനെക്കുറിച്ചൊക്കെ എഴുതാൻ പറ്റും? നോക്കൂ, ഒരു പൂന്തോട്ടത്തിനെ കുറിച്ച് നമുക്ക് എഴുതാൻ പറ്റും. ബാ ഹൂബ് സൂറത്ത് ഹേ. അല്ലെങ്കിൽ ബഹാർ കാ മൗസം മേ ബഹുത്ത് ഹൂബ് സൂറത്ത് ഹേ. പിന്നെ ബാ മേ പൂൽ ഹേ, ബാ മേ തിത്തലി ഹേ, ബാ മേ ബനൂറ ഹേ. അതല്ലാന്നുണ്ടെങ്കിൽ ബാ മേ പൂൽ കെ ഊപ്പർ തിത്തലിയ മണ്ഡലാത്തി ഹേ. അല്ലെങ്കിൽ ബാ മേ തിത്തലിയ മണ്ഡലാത്തി ഹേ എന്ന് എഴുതാം. ബനൂറ ഉടുത്തി ഹേ എന്ന് എഴുതാം. ഓക്കെ. പിന്നെ ബാ മേ താലാബ് ഹേ എന്ന് എഴുതാം. പിന്നെ ബാ മേ ഖുഷ്ബുദാർ പൂൽ ഹേ എന്ന് എഴുതാം. മനസ്സിലായോ? അപ്പോൾ ഈ വാക്കുകൾ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പൂന്തോട്ടത്തിനെ കുറിച്ച് എഴുതാൻ പറ്റും. ഇനി അത് മാത്രമല്ല, ഇഷ്ടപ്പെട്ട പൂക്കളുടെ പേര് നമ്മൾ പഠിച്ചു വെക്കണം. അതൊരു 3-4 നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ട്. ആ പേരുകൾ പഠിച്ചു വയ്ക്കുക. ഇനി ഇഷ്ടപ്പെട്ട പൂവിനെ കുറിച്ച് ജുംല തയ്യാറാക്കണം എന്നുണ്ടെങ്കിലോ, ഇപ്പോൾ അമൽതാസിനെ കുറിച്ചാണ് അല്ലെങ്കിൽ സൂരജ്മുഖിയെ കുറിച്ചാണെന്നുണ്ടെങ്കിൽ സൂരജ്മുഖി ഹൂബ് സൂറത്ത് ഹേ. അതുപോലെ തന്നെ സൂരജ്മുഖീൻ്റെ നിറം, സൂരജ്മുഖി പീലാ ഹേ എന്ന് എഴുതാം. സൂരജ്മുഖി അച്ഛാ ഹേ എന്ന് എഴുതാം. സൂരജ്മുഖിക്ക് അല്ലെങ്കിൽ സൂരജ്മുഖി ബഡാ ഹേ എന്ന് എഴുതാം. വലുതാണെന്ന് എഴുതാൻ പറ്റും. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഇനിയിപ്പോൾ നല്ല മണമുള്ള പൂവാണെന്നുണ്ടെങ്കിൽ അത് ഖുഷ്ബുദാർ ഹേ എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് സിമ്പിൾ വേർഡ്സുകൾ നമ്മുടെ കയ്യിലുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ എക്സാം വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ഏതൊരു പ്രവർത്തനം വരികയാണെന്നുണ്ടെങ്കിലും നമുക്ക് അതെന്ത് ചെയ്യാൻ പറ്റും? നല്ല രീതിയിൽ. പിന്നെ അതുപോലെ രംഗ് എന്നുള്ള വാക്ക് കേട്ടോ, രംഗ്. ഒരു 2-3 നിറം എന്തായാലും പഠിച്ചു വയ്ക്കുക. പീല, അതുപോലെ തന്നെ ലാല്. കാരണം അത്യാവശ്യം പൂക്കളുടെ നിറമൊക്കെ ഇങ്ങനെ ആയിരിക്കുമല്ലോ. നിങ്ങൾ പീലയും ലാലും എങ്കിലും പഠിച്ചു വയ്ക്കുക. മഞ്ഞ, അതുപോലെ തന്നെ ചുവപ്പ്. ഓക്കെ. ഇത്രയും കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചാൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരീക്ഷ വളരെ എളുപ്പത്തിൽ ജയിക്കാൻ പറ്റും. അപ്പോൾ ഇതെല്ലാം നിങ്ങൾ പഠിക്കുക. ഇതെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹുദാ ഹാഫിസ്.